യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഒരു കള്ളനെയും ഒരു ഇടയനെയും കാണുന്നു. കള്ളൻ ചെയ്യുന്ന കാര്യമത്രേ മോഷ്ടിക്കുക, അറുക്കുക, മുടിക്കുക. ഇടയൻ ചെയ്യുന്ന കാര്യമത്രേ ജീവൻ നൽകുക, അത് സമൃദ്ധിയായി തരിക എന്നത്. ഇവിടുത്തെ കള്ളൻ പിശാചും ഇടയൻ യേശു കർത്താവുമാണ്. കള്ളൻ വളരെ നിശബ്ദനായും വഞ്ചനാപൂർവവുമായി മനുഷ്യരുടെ അടുക്കിലേക്ക് വരുന്നു. എന്നിട്ട് അവൻ സന്തോഷം മോഷ്ടിക്കുന്നു, പ്രത്യാശയെ കൊല്ലുന്നു, ജീവിത ലക്ഷ്യം നശിപ്പിക്കുന്നു. പഴയ പാമ്പായ പിശാച് ആദാമിൻ്റെയും ഹവ്വായുടെയും ദൈവത്തിലുള്ള വിശ്വാസം മോഷ്ടിച്ചു. തന്മൂലം പാപം കടന്നു വന്നു, ആത്മീയ മരണവും വേർപിരിയലും കൊണ്ടുവന്നു. എന്നിട്ടും സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും എന്ന വീണ്ടെടുപ്പ് ദൈവം വാഗ്ദാനം ചെയ്യുകയുണ്ടായി. കള്ളൻ മനുഷ്യരാശിയെ മുറിവേൽപ്പിച്ചപ്പോൾ ദൈവം പുനഃസ്ഥാപനം ആസൂത്രണം ചെയ്തു. പിശാച് എന്താണോ നമ്മിൽ നിന്നും അപഹരിക്കുവാൻ ശ്രമിക്കുന്നത്, അത് സന്തോഷമോ സമാധാനമോ ഉത്സാഹമോ ആത്മീയമോ ഒക്കെ ആകാം. എന്നാൽ നമ്മുടെ യേശു കർത്താവ് അതിനെയൊക്കെ പൂർവാധിക മഹത്വത്തോടെ പുനഃസ്ഥാപിക്കുന്നവനാണ്. ധൂർത്തുപുത്രന് മകനെന്ന സ്ഥാനം നഷ്ടപ്പെട്ടു. കുറ്റബോധം അവനോട് പറഞ്ഞു, അവൻ ഇനി യോഗ്യനല്ലെന്ന്. പക്ഷെ പിതാവ് അവൻ്റെ അടുത്തേക്ക് ഓടി അകന്നു പോയവനെ, നഷ്ടപ്പെട്ടു പോയവനെ ചേർത്തുകൊണ്ടു അവനെ പുനഃസ്ഥാപിച്ചു. ആ പുനഃസ്ഥാപനം ഒരു ആഘോഷവുമാക്കി മാറ്റി. കള്ളൻ മകൻ്റെ മാനം കവർന്നെടുത്തു. പിതാവ് അത് കൃപയാൽ പുനഃസ്ഥാപിച്ചു. പലവിധമായ നഷ്ടങ്ങളും അപഹാരങ്ങളും നമ്മിലും സംഭവിച്ചിട്ടുണ്ടാകാം. ബാഹ്യമായ എല്ലാം ഉണ്ടായിട്ടും വേണ്ടവണ്ണം സന്തോഷിക്കുവാനോ സമാധാനത്തോടെ കഴിയുവാനോ കഴിയാതെ പോകുന്നു. പഴയ ഉന്മേഷവും ഉത്സാഹവുമൊക്കെ തീരെ കുറഞ്ഞു. പലതിനോടും മടുപ്പും വിരക്തിയും തോന്നുന്നു. വേണ്ടവണ്ണം ആത്മീയമായി മുന്നേറുവാനോ പ്രാർത്ഥിക്കുവാനോ കഴിയുന്നില്ല. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഒരു വിടുതൽ കർത്താവിന്ന് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. ക്രിസ്തു ഇപ്പോഴും നമ്മെ സ്നേഹിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. നാം ഇപ്പോഴും അവൻ്റെ മക്കൾ തന്നെയാണ് എന്ന് പൂർണ്ണമായും അറിയുക, അത് വിശ്വസിക്കുക. ഒരു പുനഃസ്ഥാപനത്തിനായി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. സമൃദ്ധമായ ജീവിതം ഇന്ന് തന്നെ നമ്മിൽ ആരംഭിക്കുകയായി. ആമേൻ. Have a blessed day.